Audience. എടി നിനക്ക് ചെവി കേട്ടൂടെ? എന്റെ ഫോണിൽ അടിക്കണുണ്ട്, അതിങ്ങ് എടുത്തിട്ട് വന്നേ. അമ്മ അവിടെ ഇല്ലേ? ഞാൻ ചക്ക ഉണ്ടാക്കുമല്ലേ? ഞാൻ പഠിക്കുന്നു. മുത്ത ചക്ക ഇത് ഉണ്ടാക്കി, നീ അതിങ്ങ് എടുത്തിട്ട് പാടി. ഓ അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്റെ പൊന്നെ. ആ കട്ടായി. കണ്ടാ ആരാ നോക്കിയേ? അമ്മൂമ്മയായിരുന്നു. തിരിച്ചു വിളിക്കട്ടെ? ഏതമ്മൂമ്മ? അപ്പൂപ്പന്റെ അമ്മൂമ്മ, ഗിരിജ അമ്മായിയാ. എന്നാ വേണ്ട, പിന്നെ വിളിക്കാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചോളാം. വിളിക്കണ്ടേ? എന്റെ കൈയൊക്കെ ചീത്തയാ. അങ്ങനെ അല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, എലക്ഷൻ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു എലക്ഷൻ വന്നിട്ട് എന്ന് ആര് പറഞ്ഞു? കല്യാണം കഴിഞ്ഞ കല്യാണ വീട്ടില് പിന്നെയാണ് ബാക്കി ഉത്തരവാദിത്തം കാരണന്മാർക്കുള്ളത്. ഇതിന്റെ ചെവി അടിച്ചു നിങ്ങൾക്കറിയില്ല. നോക്കിക്കോ. ആ ഈ നമ്മൾ ചെലവാക്കിയ വരവ് ചെലവ് കണക്ക് കാര്യങ്ങൾ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എന്റെ ക്ലീറ്റോ ആ ഫോണൊന്ന് വെക്ക് ക്ലീറ്റോ, ചെവിക്ക് ഇച്ചിരി റെസ്റ്റ് കൊടുക്ക്. നേരം വെളുത്തപ്പോ തുടങ്ങിയതാ. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ജയിച്ചാ വേണ്ടിയില്ലായിരുന്നു കേട്ടാ. ആ അത് ആ ചക്ക വെട്ട അല്ല ചക്ക, ഞാൻ പറഞ്ഞു പറഞ്ഞത് കണക്ക് കൃത്യമായിട്ട് കിട്ടണം. അതെ, കുറച്ചെടുത്ത് അവിക്കണേ. അവിക്കല്ല ഞാൻ. എന്റെ സ്വഭാവം മാറ്റരുത്. നിങ്ങൾ ആ ഫോൺ വെച്ചിട്ട് വന്നേ, സഹായിച്ചേ. എടാ പറയണത്, എടാ എന്ത് നിങ്ങൾക്കൊന്നും എന്തടാ ഈ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇതൊക്കെ ചെയ്യണ എന്നെ വേണം തല്ലാൻ. നീ ആദ്യം എന്തിനടാ ഇങ്ങനെ കെട്ടിയത്? അത് ആദ്യത്തെ കെട്ട് സ്ട്രോങ് ആയി ചുറ്റി കെട്ടിയാ പോരെ? അങ്ങനെയല്ല, അത് അതിൻ്റെ ഒരു പരുവത്തിന് വെച്ച് കെട്ടണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് മെനയോടുകൂടി കെട്ടിയാൽ മാത്രമേ അതിരിക്കൂ. ഇല്ലെങ്കിൽ അതങ്ങ് മേലെ ഇരിക്കും. ഇങ്ങനെ ഒച്ച ചെയ്യുന്നവരെ കെട്ടിക്കൊണ്ടിരുന്ന ആ കിടക്കുന്ന മാങ്ങ ഉള്ളത് കാക്ക ഒത്തിക്കൊണ്ടു പോകും. പിന്നെ വെള്ളാന്ന് 10-17 പഴുത്ത മാങ്ങ ഇങ്ങനെ ഉടപ്പോ മുട്ട. അതവിടെ നിൽക്കും, കാക്കയെന്ന് വന്ന് പത്തൊന്നുമില്ല. കാക്കയ്ക്ക് നമ്മുടെ കൂട്ട് തോട്ടിയുടെ അറ്റത്ത് ഇതേപോലെ വെച്ച് കെട്ടേണ്ട കാര്യമില്ല. ഷൂന്ന് പറന്നൊന്ന് ചുണ്ടു വെച്ചങ്ങ് ഒത്തിയാ മതി. ഞാൻ ആലോചിക്കായിരുന്നേ, പക്ഷിമൃഗാദികളായിട്ടാണ് ജനിച്ചാൽ മതിയായിരുന്നു. എന്താ അതാകുമ്പോ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കണ്ടല്ലോ. വല്ലവന്റെ ചക്ക മാങ്ങയൊക്കെ തിന്ന് സുഖമായിട്ട് ഇത് സ്കൂൾ ഫീസ്, പിള്ളേരുടെ പേര്, ആഹാരം, ജോലി, ഓ ആലോചിക്കാൻ പോലും. നല്ല ചിന്തടാ. എന്ത് ഈ പക്ഷികളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം എന്താണ്? പക്ഷികളും മൃഗങ്ങളും തമ്മിൽ മൃഗങ്ങൾ കടിക്കും, പക്ഷികൾ കൂവും. എടാ നമുക്ക് കുറച്ചൊരു തിരിച്ചറിവുണ്ട്, അതല്ലേ? അല്ല, അത് തിരിച്ചറിവ് മൃഗങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിലെ ടൈഗർ എന്നെ കാണുമ്പോ അന്നേരം ഞാൻ എന്നെ കണ്ടോണ്ട് എഴുന്നേറ്റ് ഒന്ന് കുറയ്ക്കുമല്ലോ. അത് എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്, മനസ്സിലായല്ലേ? പൊതുവേ നായ്ക്കൾക്ക് കുറച്ച് കൂടുതലുണ്ട്, തിരിച്ചറിവുണ്ട്. പക്ഷേ എങ്കിലും നോർമലി നമ്മൾ പറയുന്നത് മൃഗങ്ങളെക്കാളും മനുഷ്യന് തിരിച്ചറിവുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ കണ്ടുപിടിച്ച് മൃഗങ്ങളെക്കാളും മോശക്കാരായി നമ്മൾ. നല്ല വേലയിലാണ്. എവിടെ നിന്ന് പഠിച്ചാലാ? ഇതൊന്നും ആയിട്ടില്ല, ഇത് വിളഞ്ഞു വന്നേ ഉള്ളൂ. മറ്റേ നല്ല പഴുത്ത്. എത്ര നേരമായി ഫോൺ അടിക്കണ? എന്താ എടുക്കാത്തെ? നീ എടുക്കാറുണ്ട്. ഞാൻ ഇപ്പൊ ചെന്നപ്പോ നിന്നതേ. ഇതെന്താ ഉണ്ടാക്കാനാ? പുട്ടും മുട്ടക്കറി. എങ്കിൽ ബാക്കി വരുന്ന മാവ് എടുത്തിട്ടേ നമുക്ക് ഈ ഇല വെച്ചിട്ട് ഇങ്ങനെ നടുക്ക് തേങ്ങാപ്പീരെ ശർക്കര വെച്ചുണ്ടാക്കാൻ പറ്റുമോ? അയാൾ വരുമ്പോ ഇല പറിച്ചോണ്ട് വരാം. ആണോ? അതിന് ബാക്കി വരത്തില്ലല്ലോ മാവ്. എങ്കിൽ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടേ ചപ്പാത്തി പോലെ ഉണ്ടാക്കി അതിനകത്ത് വെജിറ്റബിൾ വെച്ച് മടക്കി വെജിറ്റബിൾ ഷവർമ ഉണ്ടാക്കിയാലോ? ആരുണ്ടാക്കും? എലിപ്പണ്ട്. എനിക്ക് വേറെ പണിയുണ്ട്. എടാ വാടാ, കാക്കോത്ത് കൊണ്ടുപോകും. എടുക്കണേ ഫോൺ. ഞാനതാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് മേളിലുള്ള നേതാക്കന്മാർക്കൊന്നും ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഇത് മുഴുവൻ പഴി നമ്മളെ തലയിൽ ചാരിയാ? അല്ല, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സംഭവിച്ച വേറൊന്നുമല്ല, ജനങ്ങൾക്കെല്ലാം ബുദ്ധി വെച്ച് തുടങ്ങി. അവർക്കറിയാം 5 വർഷം ഒരു ബാച്ച് വന്ന് പറ്റിക്കും, അത് കഴിയുമ്പോൾ അടുത്ത ബാച്ച് വരുമ്പോൾ അവരടുത്ത 5 വർഷം പറ്റിക്കും. അതാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. അല്ല, വേറെ ഒന്നും വിശകലനം ചെയ്യാൻ ഒന്നുമില്ല, ഇത് തന്നെ കാരണം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നിമിഷം, തങ്ങൾ നിന്റെ ഫോൺ ഇതാ അടിക്കുന്നേ. ഞാനിവിടെ പണിയില്ല, ഒന്നല്ലെങ്കിൽ കൊണ്ട് തല്ലെങ്കിൽ എടുക്ക്. എനിക്കിപ്പോൾ എടുക്കാൻ സമയമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ കാര്യം, ഇനിയിപ്പോൾ ഒരു രാജ്യത്ത് 3 പാർട്ടിയൊന്നും വേണ്ട. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ പാർട്ടിയായിട്ട് നിൽക്കാം. ഫോൺ അടിക്കണില്ല അമ്മ. എന്താടി? അപ്പോൾ ഒറ്റ പാർട്ടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അണിയറയിൽ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു പാർട്ടി മതി, ഒരു രാജ്യം ഒരു പാർട്ടി. ഞാൻ ഇച്ചിരി ചക്കപ്പണിയില, രാവിലെ ചക്ക കിട്ടിയതിന്റെ അത് മതി. നീ ആലോചിക്ക്. നമുക്ക് എന്നിട്ട് നമുക്കൊരു അടുത്ത മീറ്റിംഗിൽ നമുക്ക് സംസാരിക്കാം. ശരി,
അത് തന്നെ. ആ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. ആ ഇല്ലടാ, നമുക്ക് അവതരിപ്പിക്കാന്നേ അത്. അവ ഈ വേറെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അതിനൊരു തീരുമാനം ആക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ആ പിന്നെ എന്തെങ്കിലും പറ്റിയോ? അപ്പൊ അവൻ എവിടെ ഉണ്ട്? ഫോൺ എടുത്തില്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതിന് പുറത്ത് പോയോ എന്തോ? എന്തോന്ന് ഇതിന്റെ ഇടയിൽ വന്ന് നിന്നിട്ട് ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാന്നാ. ആ ശരി എന്നാ വെച്ചോ. എന്താണ് അമ്മായിക്ക് എന്ത് പറ്റി? അമ്മായിക്കൊന്നും പറ്റിയില്ല. പിന്നെ ആർക്കാ പറ്റിയത്? അമ്മാവന് എന്ത് പറ്റി? ഇത് ആർക്കാ പറ്റിയത്? അത് പറയേ. ക്ലീറ്റോ, സുകുമാരമാവന്റെ മരിപ്പിന് പോയില്ലേ ക്ലീറ്റോ ഇന്നലെ? ഇന്നലെ പോയി മരിച്ച സുകുമാരൻ. ആ സമാധാനമായിട്ട് അങ്ങനെ പറ. സുകുമാരൻ ഇപ്പൊ എന്താ പറ്റിയത്? പറ, കാര്യം പറ. അയാൾക്കിനി എന്ത് പറ്റാൻ? അയാൾ മരിച്ചു പോയില്ലേ? പിന്നെ ആർക്ക് പറ്റി? അതിന് മരിപ്പിന് പോയി വന്നതിന് ശേഷം അമ്മാവനൊരു മന്നതാന്ന്. എന്നിട്ട് തല കറങ്ങിയൊക്കെ വീണിപ്പോ നാരങ്ങളിലൊക്കെ കൊടുത്ത് ഇപ്പൊ പിച്ചുമ്മയും പറഞ്ഞോണ്ടിരിക്കുവാന്ന്. അയ്യോ, എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്ന അമ്മായി. അവര് ഭയങ്കര കൂട്ടുകാരല്ലായിരുന്നു. അതെ, അതിന്റെയൊക്കെ ഒരു ഹാങ് ഓവർ ആയിരിക്കും ചിലപ്പോ. ഒരു കാര്യം ചെയ്യും. എന്നിട്ട് അമ്മ അവിടെ വീട്ടിലാ? അവിടെ വീട്ടിലുണ്ട്. എന്നാ പിന്നെ ഒന്നാണ് അതിൽ പോയിട്ട് നമുക്ക്. ഇല്ല, അതാ ഞാൻ പറഞ്ഞ ഞങ്ങൾ വരാന്ന് പറഞ്ഞപ്പോ അമ്മാവിന് ഈ വീട്ടിലോട്ട് വന്നാൽ മതി, ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന്. ഈ വയ്യാതിരിക്കുന്ന ആളിന്റെ എന്തിനാ എല്ലാം കൂടെ കെട്ടിയെടുത്തോളൂ ഇങ്ങോട്ട്? എനിക്ക് അറിയാൻ പാടില്ല. ഇത് ഒന്ന് കഴിയുമ്പോ ഒന്നെന്ന് പറഞ്ഞ പോലെയാണല്ലോ ദൈവമേ. ഇതിപ്പോ സംഭവം എന്താ അറിയാമോ? എനിക്ക് തോന്നുന്നു ഒരു 16 വരെ, ഈ 16ന്റെ ചടങ്ങ് കഴിയണവർ ഈ കൂട്ടുകാരൻ കൂടെ കാണാം അവൻ്റെ കൂടെ. അതൊരു മെൻ്റലി ഉള്ള ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ ചിന്തിക്കണം. അത്ര അടുത്ത സുഹൃത്തുക്കൾ, അപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെ പോകുമ്പോൾ അത് ഉണ്ടാവും. അതിൻ്റെ ആ പിച്ചും പേയാണ് ഈ പറയണത്. വലിയ കാര്യമില്ല. ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മാറും. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറയാം. ചക്കയുടെ പണി കേട്ടോ, അത് പണി കഴിഞ്ഞില്ലെങ്കിലേ പിന്നെ അതാവും. 16 വരെ കൂടെ കാണോ പ്രേതം? മുത്തേ, ഓടി വന്നേ. ചിലപ്പോൾ ജീവിതകാലം മുഴുവനും കാണും ചില പ്രേതങ്ങൾ. അതുകൊണ്ട് അകത്ത് നിൽക്കണ പോലെ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അതിന് വേണ്ടി ഇനി ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ വരണ്ടെന്ന് പറഞ്ഞാൽ അത് മതി. ഇനി അടുത്ത പ്രശ്നത്തിൽ നമ്മള് പറഞ്ഞാലല്ലോ അമ്മാവൻ ഇങ്ങോട്ട് പുറപ്പെട്ടല്ലോ. അമ്മ എത്രയോ നിഷ്കളങ്കനായി പോയ ഭർത്താവ്. എടീ, മരിപ്പ് വീട്ടിൽ ഞാൻ അമ്മാവനെ എവിടെയെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവിടെയും കണ്ടില്ല. ഞാൻ വിചാരിച്ച ബോഡിയുടെ അടുത്ത് കാണുമെന്ന്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവിടെ വിറകുവരുണ്ട്, ഒരു ഷായ്പ്. ആ വിറകുവരയുടെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. ഞാൻ അതിലൂടെ മുമ്പ് പോയി നിന്നിട്ടൊന്നും എന്നെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഉള്ളിൽ എന്തോ പ്രശ്നം കയറിയിട്ടുണ്ട്. ആ രീതിയിലാ ഇരിപ്പ് കണ്ടാ തോന്നുന്നു അമ്മാവ് മരിച്ച വിഷമത്തിൽ അമ്മാവ് ഇരിക്കുമ്പോഴും വല്ല പള്ളിയിലച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിക്കും. സത്യം. അതാണ് ഒന്നല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ, അല്ലെങ്കിൽ ജോത്സ്യനോ മന്ത്രവാദി ആരെങ്കിലും വിളിച്ചൊന്ന് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? സൈക്കോളജിസ്റ്റിനെ കാണിച്ച് തീരാന്ന് സൈക്കോളജിസ്റ്റ് ഒക്കെ എന്നാ ഉണ്ടായത്? അതിന് മുമ്പ് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒരു രീതി ഉണ്ട്. അങ്ങനെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചു. പറയണതിന് കുറെ കാര്യമുണ്ട്. എന്ത് കാര്യം? നിങ്ങൾ കുറച്ചൊക്കെ ഒരു കാര്യമില്ല. ഇത് ഒന്നെങ്കിൽ ഒരു പൂജയെ തീരും, അല്ലെങ്കിൽ അച്ഛന്റെ കൈ അത്ര അമ്മ വരട്ടെ, നമുക്കത് പറയാം. നീങ്ങി നിക്ക് ക്ലീറ്റോ, ഒന്ന് ഇരിക്കട്ടെ മനുഷ്യൻ. മാങ്ങ പറിക്കാൻ പോയതാ. എന്നിട്ട് മാങ്ങയൊന്നും ഇല്ലല്ലോ കയ്യില്. ഒരെണ്ണം ഉണ്ട് കേട്ടാ കയ്യില്. എടാ, പഴുത്ത മാങ്ങ. ആഹാ, എടാ, വിവരം വല്ലതും അറിഞ്ഞോ? എന്തായി മാങ്ങ പറിക്കാൻ പോയിട്ട്? മാങ്ങ പറിക്കാൻ പോയിട്ട് തോട്ടിയുടെ അറ്റത്തിരുന്ന കൊളുത്ത് മാവിന്റെ കൊണ്ടേ കുരുങ്ങി. ഇതെവിടുന്ന്? ഇത് അവസാനം കൊളുത്ത് ഇടാൻ വേണ്ടിയിട്ട് കല്ലെടുത്തെറിഞ്ഞതാ. അപ്പൊ ഒരു മാങ്ങ ഭാഗ്യത്തിന് വീണ്. ആകെ പശക്കേടാണ്. അറിഞ്ഞാ? അമ്മാവന് വയ്യാന്ന്. മരിപ്പിന് പോയില്ലേ സുമാരമാമന്റെ? അന്നേരം മുതൽ എന്തോ മന്നതയും ഇപ്പൊ പിച്ചുമ്പയൊക്കെ പറഞ്ഞോണ്ടിരിക്കണെന്ന് പറയുന്നു. മരിപ്പ് വീട്ടിൽ വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ച് ആരോടും ഒന്നും മിണ്ടാതെ ഒരിടത്ത് പോയി ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ മാനത്ത് നോക്കി ഇങ്ങനെ ഒരു ഇരിക്കും. അത് പറയാ, നിന്നെയൊക്കെ കൊറേ പ്രാവശ്യം വിളിച്ചെന്ന് പറഞ്ഞല്ലോ. എന്തേ ഫോൺ എടുക്കാത്തത്? അമ്മായി വിളിച്ചെന്ന് നിങ്ങളെല്ലാം കൊറേ പ്രാവശ്യം. വിളിച്ചാ പറഞ്ഞല്ലേ വന്ന് ഫോൺ അടിക്കുന്ന അമ്മായി ആറ്റായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യണത്? അല്ല, ഈ സുകുമാരമാവന് മാമനെക്കാരി ഇളയതാ. അതെ, വെള്ളേതാണ് മൂത്താന്നല്ലല്ലോ. അവര് തമ്മിൽ അത്ര സ്നേഹമായിരിക്കും. അതായിരിക്കും. അല്ല, അതല്ലടി. അപ്പൊ ഈ വയസ്സായിരിക്കുമ്പോ ആൾക്കാർക്ക് അങ്ങനെയൊക്കെയാണ് തോന്നലുണ്ടാവണത്, ഓരോ വിഷമങ്ങളെ. എന്താ സംഭവിച്ചാലേ ഞാൻ ഇനി അത് തന്നെ ആണോന്ന് ആർക്കറിയാം? ഈ അടുത്ത സൗഹൃദങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ 16ന്റെ ഒരു ചടങ്ങ് കഴിയണവരെ ഈ ആളിന്റെ ഒരു ദേഹത്ത് വല്ലതും കേറിയതായിരിക്കും. അങ്ങനെ കേറൊന്നുമില്ല. ഇത് മനസ്സിന്റെ ഒരു ഇതാണ്. ഇത് സൈക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോ അത് ആ ഒരു ഷോക്കിന്റെ ആയിരിക്കൂലേ? ഇവരിതെല്ലാം കൂടെ പഠിപ്പിച്ചതാണ് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം. ഇവിടെ പഠിപ്പിച്ചത് കറക്റ്റ് അല്ലേ പറഞ്ഞേ?
സൈക്കോളജിസ്റ്റിനെ കാണിച്ച് നല്ല ഹെവി 2 ഷോക്ക് കൊടുത്താൽ മാറും. അയ്യോ എന്റെ പൊന്നെ. ഈ സൈക്കോളജിസ്റ്റുമാർ ഉടനെ ഷോക്കാണ് കൊടുക്കണം നിന്റെ അടുത്ത് ആര് പറഞ്ഞു? നിനക്ക് കിട്ടിയിട്ടുണ്ട്? അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇനി അങ്ങോട്ട് പോകണ്ട. അമ്മാവൻ വരുമ്പോ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ഇങ്ങോട്ട് വരും അമ്മേ. അങ്ങോട്ട് പോണോ? ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ വേണ്ട ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞ അമ്മാവൻ അവിടെ നിങ്ങൾ പോകും. യാത്രയൊക്കെ സുഖമായിരുന്നു മാമ. ഞാനെന്ത് ഗൾഫിൽ നിന്ന് പറഞ്ഞതാ, യാത്ര സുഖമാണ്. എന്തായില്ലടാ അമ്മായി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെ തന്നെയാടാ, ആരോടും ഒരു മിണ്ടാട്ടവും ഇല്ല, ഇതുപോലെ അങ്ങ് നടക്കുക. നമുക്ക് സംസാരിക്കാം. അമ്മാവന് ഇനി അധികം ആയുസൊന്നുമില്ലട മക്കൾ. എപ്പോ വേണമെങ്കിലും അമ്മാവൻ മരിക്കും. എന്താ അമ്മായി? ഒന്നും പറയണ്ട എന്റെ കൊച്ചുങ്ങളെ. ഇങ്ങനെ നമ്മുടെ മരിച്ച സുമാരൻ ചേട്ടനില്ലേ, അങ്ങേര് മരിക്കുന്നതിന്റെ തലേന്ന് ഇവർ രണ്ടുപേരും കൂടെ ഷാപ്പിൽ പോയി കള്ളും താറാവും ഒക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നതാ. പിറ്റേന്ന് രാവിലെ അങ്ങേരുടെ മരണ വാർത്തയാ കേൾക്കുന്നത്. അന്നേരം തുടങ്ങിയതാ ഈ പേടി. അയ്യേ, ബന്ധുക്കാരെ കൂട്ടുകാരെ ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞ ഉടനെ നമ്മളങ്ങ് മരിക്കുകയാണ്. ഈ അമ്മാവന്റെ ഒരു കാര്യം. അമ്മാവന് ഇനി അധികം ദിവസമൊന്നുമില്ലടാ, അമ്മാവൻ മരിക്കും. അമ്മാവൻ മരിക്കും, ഉറപ്പായിട്ട് മരിക്കും. അല്ല, അമ്മാവൻ മരിക്കും, നീ മരിക്കും, ഞാൻ മരിക്കും, ഇതാ ഇരിക്കണം, നമ്മുടെ ഇവിടെയുള്ള എല്ലാരും മരിക്കും. എന്റെ അമ്മാവ ഈ ദുനിയാവിൽ ആരും കാലാകാലം അങ്ങനെ ജീവിച്ചൊന്നും ഇരിക്കൂല. അതെ, എന്റെ ഒരു ശരീരഘടന വെച്ച് ഞാൻ ഇപ്പഴേ മരിക്കത്തില്ല. പണ്ടുള്ള കാശ് കൂടുതല. അപ്പൊ ഒന്നും പേടിക്കണ്ട, അപ്പൊ ഇപ്പോഴൊന്നും മരിക്കില്ല. എന്തായാലും എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി. നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ദേ അമ്മാവാ, ഞാനൊരു ചായ എടുക്കട്ടെ, ഇഞ്ചിയൊക്കെ ഇട്ട് അത് കുടിച്ച് കഴിയുമ്പോ അമ്മാവ് നല്ല ഉഷാറ്. പിന്നല്ല എടുക്കട്ടെ? എടുത്തോ നീ. കഴിച്ചായിരുന്നല്ലോ. ഒന്നും കഴിക്കുന്നില്ലാന്ന്. ഒന്നൊരു കാര്യം ചെയ്യാടാ, വീട്ടില് 4 മൂട് കപ്പ ഇരിപ്പുണ്ട്, നീ അന്ന് കൊണ്ടുവന്ന ഉണക്ക ചെമ്മിനും ഉണ്ട്. നമുക്ക് കാന്താരി മുളകൊക്കെ ഇട്ട് ഒരു ചമ്മന്തി അരച്ച് ചെണ്ടക്കപ്പയൊക്കെ പുഴുങ്ങി അമ്മാവൻ അത് കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കും. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പിടിച്ച് നമ്മുടെ ശരീരം വലുതാവും. എന്നിട്ട് അധിക ദിവസം മുമ്പ് മരിച്ചു കഴിയുമ്പോ ആ ശരീരം കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയും. എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട. അതെ കനക, മരിക്കണ സമയത്ത് എന്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളെല്ലാം അമ്മാവന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ എവിടെ പോവാനെന്നാണ് അമ്മാവൻ പറയണത്? അമ്മാവന് ഞങ്ങൾ മാത്രമല്ല, അമ്മയും ഉണ്ടാവും അമ്മാവന്റെ കൂടെ. അതിന് തല പറയുന്നേ, അമ്മ മരിച്ചതിന് ശേഷമല്ലേ അമ്മ മരിക്കത്തുള്ളൂ. അല്ല, ഈ പ്രായത്തിന്റെ വെച്ചൊരു നാട്ടു നടപ്പുണ്ട്. നീ ചെല്ല്, ചായ എടുത്തുണ്ടോ? ചെല്ല് പോ. എന്നൊക്കെ എത്ര ചെറുതറിയാവേ. അതിപ്പോ അങ്ങനെയല്ലേ അമ്മാവ? ഇപ്പൊ എന്തോരം പേര് വണ്ടി ഇടിച്ച് മരിക്കുന്നത്. ആ ചായ അങ്ങ് കുടിച്ചേ. ഇഞ്ചിയൊക്കെ ഇട്ട്. എന്റെ അമ്മ അടുക്കളയിലൊന്നും നിക്കാൻ പറ്റുന്നില്ല, പൊള്ളണ്. തീ പോലത്തെ ചൂട്. തീയെന്ന് പറഞ്ഞേക്ക് പേടിയടാ. മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം ഇതുപോലെ തീയിൽ വെച്ച് കത്തിക്കില്ലേ? അത് പിന്നെ എല്ലാരും അങ്ങനെയല്ലേ. അതെ, എനിക്കൊന്ന് മൂത്രം വയ്ക്കണം. ഞാൻ കൊണ്ടു. അല്ലെങ്കിൽ വേണ്ട, ബാത്റൂമിൽ ഇരുന്ന് എങ്ങനെ മരിച്ചാലോ? ഒരു കുഴപ്പമില്ലതേ, അമ്മാവൻ ഇങ്ങ് വന്നേ. ഞങ്ങളും വരാം. ഞങ്ങള് പുറത്ത് നിക്കാം. എന്തെങ്കിലും അമ്മാവന് ബുദ്ധിമുട്ട് തോന്നിയാൽ ഞങ്ങളെ വിളിച്ചാ മതി. അങ്ങോട്ട് അമ്മാവാ, ഇങ്ങോട്ട് വാ. ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരൊക്കെ അല്ലേ. അപ്പൊ ഒരാള് പെട്ടെന്ന് അങ്ങ് പോകുമ്പോ ഉണ്ടാവുന്നൊരു മാനസികാവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ ചത്താടെ ആത്മാവ് ഒന്ന് ഊതിയതായിരിക്കും. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഡോക്ടറെ എല്ലാം കാണിക്കണോ? നോക്കാം നമുക്ക്. മാഷല്ലേ? നമസ്കാരം. കനക സാർ, ഒരു നിമിഷം വരൂ.
അല്ല ഞാൻ സ്റ്റേഷനിൽ വന്നിരുന്നേ. അപ്പോൾ ഈ അവിടെ വളപ്പിൽ നിൽക്കുന്ന പ്ലാവ്, തെങ്ങ്, മാവ് ഇതൊക്കെ സർക്കാരൊക്കെ അല്ലേ? അത് സർക്കാരിന്റെ സ്ഥലത്താണ് ഇരിക്കുന്നത്, സ്റ്റേഷൻ ഇരിക്കുന്നത്. അല്ല അവനും സാറിന് ഈ വാടക കെട്ടിടത്തിലൊക്കെ പ്രവർത്തിക്കാറുണ്ടാവും. സർക്കാർ അപ്പൊ ഈ തെങ്ങ് പിന്നെ തേങ്ങ പിന്നെ അതൊക്കെ ഈ തൊഴിഞ്ഞു പോവോ, അങ്ങനെ ആരെങ്കിലും എടുക്കോ? അങ്ങനെ വെളിയിൽ ആർക്കും ഇതിനെ കൊടുത്തിട്ടില്ല, അവിടെ വീടിനൊക്കെ ആരെങ്കിലും കൊടുത്തിട്ട് പോകും, അത്ര തന്നെ. എന്നാ ഒരു കാര്യം എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ്. അവിടെ നിൽക്കുന്ന കായ്ഫലങ്ങൾ എനിക്ക് തന്നാൽ അത് എനിക്കൊരു വലിയ ഉപകാരവും സർക്കാരിന് പൈസയാവും. ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ സാറിനോട് ചോദിച്ചു നോക്കാം. ഓ ചോദിച്ചിട്ട് പറയാം. അല്ല എനിക്ക് വീട്ടിലും ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ട്. അനന്തമാഷറിയില്ലേ പൈരോട് താമസിക്കുന്ന? നിനക്കറിയില്ല? അതെ, മാഷ് നമ്മുടെ സ്റ്റേഷനിലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, മരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അത് പാട്ടത്തിൽ കിട്ടുന്ന വേണ്ടി വന്നേക്കാണ്. മാങ്ങയൊക്കെ വളഞ്ഞ് ഇപ്പോൾ ഉണ്ടല്ലോ. അതിൽ വല്ലതും ബാക്കിയുണ്ടോ? നിങ്ങൾ പോലീസുകാർ തന്നെ മാങ്ങയെല്ലാം പറിച്ച് തിന്നില്ല. അല്ല, അത് സർക്കാരിന് എന്തെങ്കിലും കിട്ടുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ശരി. വേറെ അല്ല പിന്നെ ഈ പടവലം വീട്ടില് പിന്നെ വെണ്ട, പിന്നെ ചീര. ചീരകൃഷി ഉണ്ടോ? അതെന്റെ അമ്മാവനാ, ഗിരിരാജൻ എന്ന് പറയും. ഓഹോ, ചീരയുടെ ആളാ. അത് ശരി. അപ്പൊ സാറിന് ചീര അത്രയ്ക്ക് ഇഷ്ടമാണോ? ഞാൻ കൊണ്ടുവരാം കുറെ. അല്ലല്ല, അമ്മാവന് 4 ഏക്കറിൽ ചീരകൃഷിയുള്ള ആളാ. വലിയ കൃഷിക്കാരനാ. അയ്യോ, എനിക്കാണെങ്കിൽ ആകെ ഒരേ ഒരു ഏക്കറാ ഉള്ളത്. അതിനകത്തുള്ള 25 സെന്റിലാണ് ഞാൻ ചീര കൃഷി ചെയ്യണത്. 4 ഏക്കർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ വലിയൊരു പാടവാ. വെള്ളാണിയിലെ ഒരു ഏരിയ മുഴുവനും അമ്മാവന്റെ ചീര, വാഴ എല്ലാം ഉണ്ട്. പലതരത്തിലുള്ള ചീര ഉണ്ട്. പച്ചച്ചീര, ചുവന്ന ചീര, ചെറുത്, വലുത്, അങ്ങനെ ഒരുപാടുണ്ട്. മൈസൂർ ചീര, അങ്ങനെ എന്തൊക്കെയുണ്ട് വെറൈറ്റി. ശരി. അപ്പൊ ഇതിന്റെയൊക്കെ ഈ ബിസിനസ് എങ്ങനെയാ? അത് സാധാരണ ഈ ഹോൾസെയിൽ അങ്ങോട്ട് ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സംഭവം ഉണ്ട്. വേസ്റ്റ് എന്താ യവന്മാര് അങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുത്താലേ പൈസ സമയത്ത് തരില്ല, പറയുന്ന വിലയിട്ട് തരില്ല. നമ്മൾ ഒരു 40 പ്രാവശ്യം നടന്നാലേ ഒരു കാര്യം ധർമ്മ കാശ് തരും പോലെ. ശരി തന്നെ. അമ്മാവന് പക്ഷെ അത് ഡീൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ആൾക്കാരാണ്. കുഴപ്പമില്ലാത്ത, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് അല്ലേ അമ്മാവ്? അത് കുഴപ്പമില്ലാതെ അമ്മാവന് നല്ലത് കിട്ടുന്നില്ലേ വരുമാനം? അത് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ മെനക്കെടണം, 2-3 പ്രാവശ്യം നമ്മൾ ചെല്ലേണ്ടി വരും. പക്ഷെ അത് ചെന്ന് കഴിഞ്ഞാലും കാശ് കിട്ടും. എല്ലാവരും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് ഈ വല്ലപ്പോഴേക്കും വല്ലതും നടക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ ഈ എങ്ങനെ ഈ ചീരകൃഷിയുടെ വളമൊക്കെ? ഏതാ അമ്മ? അങ്ങനെ വിഷമൊന്നും നമ്മളിടില്ല. നമ്മൾ ഈ സാധാരണ വളം, അതായത് ഈ ചാണകം, ചാരം, പിന്നെ ധാരാളം വെള്ളം, ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ചാണകം മാത്രം പോരാ, കോഴിക്കാഷ്ടം കൂടെ ഇടണം. കോഴിക്കാഷ്ടം. അല്ല, ഈ ഏക്കർ കണക്കിന് കൃഷി നടത്തുന്നിടത്തുനിന്ന് എവിടുന്ന കോഴിക്കാട്ടം? കോഴി തരും. എടാ, ഇത് ഒരുപാട് സ്ഥലമില്ലേ, അതിലൊക്കെ ഇടണമെങ്കിൽ എന്തോരം കോഴിക്കാട്ടം വേണം? എൻ്റെ സാറേ, കോഴിക്കാഷ്ടം ഇപ്പൊ ഉണക്കി പൊടിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അല്ല, നമ്മൾ ഇത്തിരി ചാണകം ഇട്ടിട്ട് കിട്ടുന്ന ചീരയേക്കാൾ ഇത് കോഴിക്കാരെ വിട്ടാൽ 150-200 കൂടുതൽ കിട്ടും. അതെ. അല്ലേ, ഈ കോഴിക്കാരെന്ന് പറയുന്നത് ചൂടാന്നാണല്ലോ കേട്ടിരിക്കുന്നത്. നമ്മൾ ചാണകം ഇട്ടിട്ടേ ഇത്തിരി വെള്ളവും കൂടെ ഒഴിക്കൂലേ, അവന് ഈ കോഴിക്കാരൻ കൂടെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുമല്ലോ. അവന് നിത്യേന നനയ്ക്കുന്നത് കൊണ്ട് ആ ചൂടൊരു പ്രശ്നമായിട്ട് വരികയില്ല. ഇല്ല അല്ലേ? അതിങ്ങനെ ഞാൻ ഈ ചൂടാന്ന് പറയുന്നത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. ഈ ചാണകവും വെള്ളം ധാരാളം വേണം ചീരയ്ക്ക്, അതാണ് അതിന്റെ ഒരു പ്രധാനം. ഈ ചിലടത്തൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ തുഴച്ചു വളർന്നു നിൽക്കുന്ന, നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഒരു പുലിയോ സിംഹം വരെ പതുങ്ങിയിരുന്ന അറിയില്ല. അത്രയും വലുതായിട്ട് ചീര വളരെ. പിന്നെ ഇതൊക്കെ സ്വന്തം കൃഷ്ണമണി പോലെ നോക്കണം. നമ്മൾ വെറുതെ അങ്ങോട്ട് വിത്ത് വാങ്ങിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ പറ്റില്ല. ദിവസേന ചെന്ന് അതിന്റെ വളർച്ച, അതിന്റെ ഓരോ ഇല ഇങ്ങനെ വിരിയുന്നത് നോക്കി നോക്കി കേടുവന്ന ഇലകൾ നുള്ളി. പക്ഷേ അതിന് അമ്മാവനെല്ലാം വേറെ ആരും മാഷ് അറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കും പോലെ നോക്കണം. മാഷെ ഒരു കാര്യം പറയട്ടെ, കൃഷിക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. കല്യാണം പോലും കഴിക്കാൻ മറന്ന ആളാണ്. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ആരോഗ്യം, അത് മണ്ണിൽ അധ്വാനിക്കുമ്പോ നമ്മൾ ഇങ്ങനെ നിൽക്കും. അല്ല അമ്മാവ, ഈ കൃഷി ചെയ്യുമ്പോ ഭയങ്കര തീച്ചൂടല്ലേ, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഈ വെയിലും ചൂടും മഴയും ഇടി ഒന്നും നമുക്ക് പ്രശ്നമല്ല. അതല്ല, തൊട്ടുപെടുന്ന വെയിലത്തും നമ്മൾ പണിയെടുക്കണം. അതല്ലെന്ന്, ഈ തീ 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 തീയല്ലടി, തീയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞൂപ്പില്ലേ? ചാരം, വെണ്ണീർ, ചാരം നല്ലതാ അല്ലേ പക്ഷേ? പിന്നെ ചാരം വളരെ നല്ലതാണ്. ഒരു പക്ഷേ ചാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഉണങ്ങിയ ടിക്സും ലീവ്സും ഒക്കെ ഉണ്ടല്ലോ, അതും വളമാണ്. അത് മാത്രല്ലേ, ഇതിന് ഏറ്റവും അനുഗ്രഹം വേണ്ട എന്താ അറിയോ? വെള്ളമാണ്. വെള്ളം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അതന്നെ. പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കണം. ലില്ലേ, ഒരു ചായ എടുക്കും മാഷ്ക്ക്. പിന്നെ മാഷേ,
നമ്മൾ ഈ കൃഷിയെ കുറിച്ച് പറയുമ്പോ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുണ്ടല്ലോ ഇതിനൊന്നും താല്പര്യമില്ല. അവരങ്ങ് പറക്കല്ലേ. അങ്ങനെ സുകുമാരൻ മാമന്റെ കാര്യം തീരുമാനമായി. പക്ഷേ ഇനിയിപ്പോ ഈ മാഷ് മരിക്കാതെ നോക്കണം, ഇല്ലെങ്കിൽ അത് കുഴപ്പമാവും.